ഹലോ എക്സാമിനർ +1 ഫാമിലി. അപ്പോൾ മക്കളെ, പല ലൈവുകളിലായിട്ട് ഞാൻ പറയുന്ന കാര്യമാണ്, നിങ്ങൾ +1 കയറിയതിനു ശേഷം നിങ്ങൾ ആദ്യം ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു മൈൽ സ്റ്റോൺ ആയിരിക്കും നിങ്ങളുടെ ഓണപരീക്ഷ. അപ്പോൾ ആ ഓണപരീക്ഷനെ നിങ്ങൾ തീർച്ചയായും സീരിയസ് ആയിട്ട് എടുക്കണം. അതിൽ പരീക്ഷ ആസ്പെക്റ്റ് അല്ല നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. പരീക്ഷ ഉണ്ടല്ലോ, പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണമല്ലോ, പരീക്ഷയിൽ മാർക്ക് കിട്ടണമല്ലോ, ആ പരീക്ഷയുടെ ദിവസം ഭയങ്കര തകർക്കണമല്ലോ എന്നുള്ള കാര്യത്തിലല്ല നിങ്ങൾ ആക്ച്വലി ഫോക്കസ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് നിങ്ങൾ +1 എത്തുമ്പോൾ അതിൽ ഫോക്കസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ ഈ ഓണപരീക്ഷയ്ക്ക് മുൻപ്, അല്ലാതെ അതായത് ആ സമയത്തിനുള്ളിൽ സെപ്റ്റംബറിന് മുൻപ് നിങ്ങൾ തീർക്കേണ്ട കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്, തീർക്കേണ്ട കുറച്ച് സിലബസ് ഉണ്ട്. അത് വൃത്തിക്ക് തീർത്തിട്ട് അത് നിങ്ങൾ പ്രോപ്പറായിട്ടാണോ ചെയ്തതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരീക്ഷ എഴുതുന്നത്. പരീക്ഷ എഴുതി നല്ല മാർക്ക്, അത്യാവശ്യം മോശമില്ലാത്ത മാർക്ക് കിട്ടി, നിങ്ങൾ അത് വൃത്തിക്ക് ചെയ്തു എന്നാണ് അർത്ഥം. അത് മോശം മാർക്കാണെങ്കിൽ നിങ്ങളത് വൃത്തിക്ക് ചെയ്തില്ല എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം അത് ആ ഒരു ആസ്പെക്റ്റിൽ, അതായത് ഈ സെപ്റ്റംബറിന് മുൻപുള്ള ഈ 2 മാസം എങ്ങനെ നിങ്ങൾ പഠിക്കും, എങ്ങനെ നിങ്ങൾ കാര്യങ്ങൾ നടത്തും എന്നുള്ള കാര്യത്തിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഫിസിക്സിലൊക്കെ എത്ര ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ റെഡി ആക്കേണ്ടത്? അതായത് ഒരു സെപ്റ്റംബറിന് മുൻപ് എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കണം മക്കളെ? ഫിസിക്സിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ 4 ചാപ്റ്റേഴ്സ് എങ്കിലും പഠിച്ചു തീർത്തോളൂ. ഓക്കെ സാർ, 4 ചാപ്റ്റർ വരുള്ളൂ നിർബന്ധമുണ്ടോ? ഇല്ല, ചിലപ്പോൾ 5 ചാപ്റ്റർ നിങ്ങൾ ഓണപരീക്ഷയിൽ ചോദിക്കാം. പക്ഷെ മിനിമം 4 ചാപ്റ്റേഴ്സ് തീർത്തിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? സെപ്റ്റംബറിന് മുൻപ് എന്ന് ഞാൻ പറയുമ്പോൾ സെപ്റ്റംബറിലായിരിക്കും ഓണപരീക്ഷ, ഫസ്റ്റ് വീക്കിൽ തന്നെ. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഓഗസ്റ്റ് പകുതി ആകുമ്പോഴത്തേക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ തീർക്കണം. ഇതാണ് നിങ്ങളുടെ ടാർഗറ്റ്. ഓക്കെ, ആ ടൈം ലൈൻ നിങ്ങൾ കൃത്യമായിട്ട് ഈ സെപ്റ്റംബറിന് മുൻപ് ഇത്ര ചാപ്റ്റർ, പിന്നെ ഡിസംബറിന് മുൻപ് ബാക്കിയുള്ള കുറച്ച് ചാപ്റ്റർ അങ്ങനെ തീർത്ത് പോയാൽ നിങ്ങൾ പബ്ലിക് എക്സാമിന് മുൻപ്, നിങ്ങൾക്ക് പബ്ലിക് എക്സാമില്ല, മോഡൽ എക്സാമിന് മുൻപ് തന്നെ നിങ്ങളുടെ സിലബസ് തീരുള്ളൂ. സോ അതിലായിരിക്കണം കൂടുതൽ ഫോക്കസ്. അല്ലാണ്ട് എക്സാമിന്റെ ദിവസം ഞാൻ എന്തൊക്കെ തകർത്ത് മറിക്കും, ഞാൻ മാരത്തോൺ അറ്റൻഡ് ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യും, അതിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓക്കെ, ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അടുത്ത ചോദ്യം, സാർ ഇത് ഫിസിക്സിന്റെ കാര്യം മനസ്സിലായി, ബയോളജിയിൽ എങ്ങനെയായിരിക്കും, കെമിസ്ട്രിയിൽ എങ്ങനെയായിരിക്കും? ഓൾമോസ്റ്റ് ഇതേ ലെവലിലായിരിക്കും ഉണ്ടാവും. കെമിസ്ട്രിയിൽ മാത്രം ഡിലീറ്റഡ് ചാപ്റ്ററിലുണ്ട് 3 ചാപ്റ്റർ ഉണ്ടാവും. ബയോളജിയിൽ ഒരു 5-6 ചാപ്റ്റർ ഒക്കെ ആയിരിക്കും ഉണ്ടാവും. അതിനനുസരിച്ച് ഐഡിയ ഉണ്ടാക്കുക, എന്നിട്ട് ഒരു ടൈം ലൈനൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, അത് കുഞ്ഞു കുട്ടികളൊന്നല്ല, 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ അല്ല നിങ്ങൾ പഠിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഞാനിങ്ങനെ ഈ ചാപ്റ്റർ ഇന്ന ദിവസം തീർക്കണം എന്നൊന്നും പറഞ്ഞുതരാൻ പോകുന്നില്ല. അതൊരു ബേസിക് ആയൊരു കോമൺ സെൻസ് വെച്ചിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കുക, പിന്നെ അതിനനുസരിച്ച് ചെയ്ത് പോവുക. ഇനി പ്രാക്ടിക്കലി ഇതൊക്കെ എങ്ങനെ ചെയ്യും മക്കളെ? നിങ്ങൾ ബാച്ചിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, നിങ്ങൾ അഗ്നി ബാച്ചിലോ പൃഥ്വി ബാച്ചിലോ അല്ലെങ്കിൽ യോധ ബാച്ചിലോ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കംപ്ലീറ്റ് ലേണിംഗ് വീഡിയോസിലൂടെ തന്നെ നിങ്ങൾ ചാപ്റ്റർ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒബ്വിയസ്ലി കുറച്ച് ലെങ്തി ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സമയം എടുക്കുന്നതൊക്കെ തോന്നും, പക്ഷേ അത് വേർത്താണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കുറേ 10 മിനിറ്റിൻ്റെ കുറേ വീഡിയോസ് വന്നിട്ട് ഇത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ഇത്രേ പഠിക്കാനുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, യൂണിറ്റ്സ് മെഷർമെൻറ്റ്സിൽ അത് അത്ര അല്ല പഠിക്കാനുള്ള, അതിനേക്കാളും കൂടുതൽ പഠിക്കാനുണ്ടാവും. നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ പക്ഷേ മനസ്സിലാവുള്ളൂ. നിങ്ങളുടെ സ്കൂളിലെ പരീക്ഷ എഴുതി, ഓണപരീക്ഷ എഴുതി, ക്രിസ്മസ് പരീക്ഷ എഴുതി, അങ്ങനെ പരീക്ഷ എഴുതുമ്പോൾ മനസ്സിലാവും, ഇത് പോരല്ലോ അലക്സാർ, ഈ 10 മിനിറ്റിൻ്റെ വീഡിയോസ് പോരല്ലോ, കുറേ കൂടെ ചോദ്യങ്ങൾ ചെയ്യണമല്ലോ, കുറേ കൂടെ കാര്യങ്ങൾ പഠിക്കണമല്ലോ എന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. അപ്പം പിന്നെ നിങ്ങൾ പോയിട്ട് വീണ്ടും ഫുൾ പഠിക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും ബെറ്റർ എന്താണ്, നിങ്ങൾ മനസ്സിലാക്കുക, ലേണിംഗ് വീഡിയോസ് എല്ലാം ഉണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഒന്നും പഠിക്കാൻ ബാക്കിയുണ്ടാവില്ല. തീർന്നു, അതോടെ തീർന്നു, പരിപാടി തീർന്നു. പിന്നെ ഒന്നും നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ 1 ഷോട്ട് നിങ്ങൾ കണ്ടു നോക്കിയാലും അതിലെന്താണ് പുതിയ ഇൻഫർമേഷൻ ഒന്നും ഉണ്ടാവില്ല, അതിൻ്റെ സമ്മറി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ലേണിംഗ് വീഡിയോസ് നിങ്ങൾ എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൂടുതലാണെന്ന് എനിക്കറിയാം, അത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, പക്ഷേ അത് വേർത്താണ്. പിന്നെ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ബുക്കും വായിക്കേണ്ട ആവശ്യമില്ല, ഒരു ഗൈഡും നോക്കേണ്ട ആവശ്യമില്ല, വേറൊരു ക്ലാസ് എൻ്റെ പോലും നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. അതാണ് അതിൻ്റെ റിയാലിറ്റി. ഓക്കെ, അപ്പോൾ ലേണിംഗ് വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് കാണാം. പ്ലസ് നിങ്ങൾ വർക്ക്ഷീറ്റും കൂടി ചെയ്താൽ എക്സ്ട്രാ ക്വസ്റ്റൻസ് കിട്ടും. പിന്നെ ക്വസ്റ്റൻസിൻ്റെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വേറെ ബുക്ക് തുറക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് കാര്യമാണ് 1 ഷോട്ട്. നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കേണ്ടത്? ലേണിംഗ് വീഡിയോസും വർക്ക്ഷീറ്റൊക്കെ ചെയ്ത ബാച്ചിലെ കുട്ടികളെ സംബന്ധിച്ചോളം 1 ഷോട്ട് റിവിഷൻ ആണ്. നിങ്ങൾ വന്നിട്ട് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി പഠിക്കുന്നു, ഒന്നുകൂടി തലയിൽ സെറ്റ് ആവുന്നു, മുന്നോട്ട് പോകുന്നു. ഓക്കെ, മൂന്നാമത്തെ കാര്യം, നിങ്ങൾ മാരത്തോണിൽ വരിക, അവസാനത്തെ എക്സാമിൻ്റെ സമയത്ത് മാരത്തോൺ വരിക, ഒന്നും കൂടി റിവിഷൻ കിട്ടും, കുറച്ചും കൂടി ചോദ്യങ്ങളൊക്കെ ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യും. സെറ്റാണ്, മൊത്തം പഠിക്കുകയും ചെയ്യും, പരീക്ഷയിൽ നല്ല മാർക്കും കിട്ടും. ഓക്കെ, ഒരു സംശയമില്ല. ഇനി നിങ്ങൾ സാർ ഞാൻ യൂട്യൂബിൽ മാത്രം പഠിക്കുന്ന കുട്ടിയാണ്, ഞാൻ തൽക്കാലം ബാച്ചിലൊന്നും ജോയിൻ ചെയ്തില്ല, ഞാൻ എങ്ങനെയാണ് വേണ്ടത്? മക്കളെ, 1 ഷോട്ട് ലൈവുകൾ കാണാം, ഓരോ ചാപ്റ്ററിൻ്റെ 1 ഷോട്ടുകൾ നടക്കുന്നുണ്ട്. ഇന്ന് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ 1 ഷോട്ട് ഉണ്ടാവും. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ 1 ഷോട്ട് എടുക്കുന്നത്. അല്ലാണ്ട് യൂട്യൂബിലെ കുട്ടികളല്ലേ നബിന് ഇത്ര മതി എന്ന് പറഞ്ഞിട്ട് ഒന്നും എടുക്കാതെ ഒന്നും പോകുന്നില്ല, ബാക്കി പോയി ആപ്പിൽ കണ്ടോ അങ്ങനെയൊന്നും പറയില്ല. എടുക്കുന്ന സാധനം വൃത്തിക്കായിരിക്കും എടുക്കുക. ഒബ്വിയസ്ലി ബാച്ചിന് അത്രത്തോളം കണ്ടന്റ് ഉണ്ടാവില്ല, അത്രത്തോളം ചോദ്യങ്ങൾ ഉണ്ടാവില്ല, പക്ഷേ മൊത്തം സിലബസ് കവർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ യൂട്യൂബിൽ 1 ഷോട്ട് എടുക്കുക. അപ്പോൾ 1 ഷോട്ട് കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യുക. അത് പിന്നീട് ഞാൻ എക്സാമിന്റെ സമയത്ത് കാണാമെന്ന് വിചാരിച്ചിരുന്ന നടക്കില്ല, സമയം ഉണ്ടാവില്ല. 10ാം ക്ലാസ് പോലെ 7 ചാപ്റ്റേഴ്സ് ഒന്നും അല്ല +1 ഫിസിക്സിൽ 14 ചാപ്റ്റർ, ബയോളജിയിൽ 18 ചാപ്റ്റർ, മാത്സിൽ 15 ചാപ്റ്റർ, അങ്ങനെ പോകും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവസാന എക്സാമിന്റെ സമയത്തൊന്നും 1 ഷോട്ട് ഒന്നും കണ്ടെടുക്കാൻ പറ്റില്ല. മാത്രമല്ല ഓരോ 1 ഷോട്ടൊക്കെ 2-3 hours ഒക്കെ ഉണ്ടാവും. അപ്പോൾ പോസിബിൾ അല്ല. ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഗൈഡ് വാങ്ങുക, ഗൈഡിൽ നിന്ന് ക്വസ്റ്റൻസ് ചെയ്യുക. കാരണം ക്വസ്റ്റൻസിൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടാവും. 1 ഷോട്ടിൽ ഒരു ലിമിറ്റിൽ കൂടുതൽ ക്വസ്റ്റൻസ് ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ എക്സാമിൻ്റെ ഗൈഡോ ഏത് ഗൈഡ് നിങ്ങൾ വാങ്ങുക, ക്വസ്റ്റൻസ് അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. കാരണം ക്വസ്റ്റൻസ് പ്രാക്ടീസ് +1 കൂടുതൽ ആവശ്യമാണ്. മൂന്നാമത് നിങ്ങൾ മാരത്തോണിന് വരിക, പരീക്ഷയ്ക്ക് തകർക്കുക. ഓക്കെ, ഇനി ഇവിടെ ഞാൻ പറഞ്ഞതിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും,
ഈ മാരത്തോൺ എന്ന് പറഞ്ഞാൽ ഈ 2 സ്റ്റെപ്പുകൾ, മറ്റടുത്താണെങ്കിൽ മറ്റു 2 സ്റ്റെപ്പുകൾ കഴിഞ്ഞാൽ 3ാമത്തെ സ്റ്റെപ്പാണത്. അല്ലാണ്ട് ചില കുട്ടികളുണ്ടാവും 10ാം ക്ലാസ്സിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും, സാർ മാരത്തോൺ മാത്രം ഞാൻ അറ്റൻഡ് ചെയ്തു, എന്നിട്ട് എനിക്ക് നല്ല മാർക്ക് കിട്ടി, പിന്നെ ഞാൻ എന്തിനാ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്? മക്കളെ 10ാം ക്ലാസ്സിൽ ഇത് വർക്ക് ചെയ്യും, +1 വർക്കില്ല. +1 വർക്കില്ല. നിങ്ങൾ എത്ര ബുദ്ധിയുള്ള കുട്ടിയാണെങ്കിലും ഈ മാരത്തോൺ മാത്രം വെച്ചിട്ട് നിങ്ങൾ +1 കാര്യങ്ങൾ നടത്താൻ പോകുന്നില്ല. ഇനി ഇങ്ങനെ ചിലപ്പോൾ സംഭവിക്കാം, നിങ്ങൾ മാരത്തോണിൽ മാത്രം അറ്റൻഡ് ചെയ്തു, തൊട്ടടുത്ത ദിവസം നിങ്ങൾ പരീക്ഷ എഴുതി, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടി. ഇത് ആക്ച്വലി പോസിബിൾ ആണ്. കാരണം എന്താണ്? കാരണം നിങ്ങളുടെ ഷോർട്ട് ടൈം മെമ്മറിയിൽ കാര്യങ്ങളില്ലേ, നിങ്ങളുടെ തലേ ദിവസം പഠിച്ചാണ്, നിങ്ങളുടെ തലയിൽ ഫ്രഷ് ആയൊരു സാധനം ഉണ്ട്, നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷേ തലയിൽ എന്തൊരു സാധനം ഉണ്ട്, അതുപോയി പരീക്ഷയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, എഴുതി വെക്കുന്നു, മാർക്ക് കിട്ടുന്നു. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ അറിയോ? മാർക്ക് കിട്ടും ഓണപരീക്ഷയ്ക്ക്, ക്രിസ്മസ് പരീക്ഷയ്ക്ക്, പബ്ലിക് എക്സാമിനോ? പബ്ലിക് എക്സാമിന് നിങ്ങൾക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങൾ ആ പഠിച്ച 3 മാസം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ മാരത്തോണിൽ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ പരീക്ഷ മാർക്ക് കിട്ടി, പക്ഷേ നിങ്ങളുടെ തലയിൽ ഒന്നുമില്ല. പരീക്ഷ എഴുതി തൊട്ടടുത്ത ദിവസം നിങ്ങൾ മറന്നുപോയി. അത് 10ാം ക്ലാസ്സിൽ അത്ര എഫക്റ്റ് ഉണ്ടാവില്ല. കാരണം 10ാം ക്ലാസ്സിൽ 7 ചാപ്റ്റർ സിമ്പിൾ ചാപ്റ്ററാണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഷോർട്ട് ടൈം മെമ്മറി തന്നെ മതിയാവും. വേണമെങ്കിൽ പബ്ലിക് എക്സാമിന് വേണം തലേ ദിവസങ്ങളിൽ ഇരുന്ന് പഠിച്ചിട്ട് വേണം മാർക്ക് കിട്ടും. പക്ഷേ +1 അങ്ങനെയല്ല. മനസ്സിലാക്കി പഠിക്കേണ്ട പല പല കാര്യങ്ങളുണ്ട്. അത് ഫിസിക്സ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, മലയാളം, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ മക്കളെ, മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് സമയം എടുത്ത് തന്നെ പഠിച്ചാലേ പബ്ലിക് എക്സാമിന് സമയമാകുമ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കണം. സോ മാരത്തോൺ മാത്രം അറ്റൻഡ് ചെയ്ത് പോയി പരീക്ഷ എഴുതുന്ന ആ ഒരു സിസ്റ്റം നിങ്ങൾ എന്ത് ചെയ്യണം? +1 എത്തുമ്പോൾ നിങ്ങൾ മാറ്റി തുടങ്ങണം. അല്ലെങ്കിൽ നിങ്ങൾ മാരത്തോണിൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഓണപരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും. അത് അപ്പോഴും നമ്മളതാ പറയാൻ വന്നു, മാരത്തോൺ ഒന്നോ പരീക്ഷയ്ക്ക് മാർക്ക് തരാം. പക്ഷേ നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ? പബ്ലിക് എക്സാമിന് ഗുണം ഉണ്ടാവുമോ? റിയാലിറ്റി എന്താ ചെയ്യില്ല, ഗുണം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് പ്രിപ്പറേഷൻ നിങ്ങൾ പ്ലാൻ ചെയ്യുക. കൂടുതൽ കാര്യമൊന്നും എനിക്ക് പറയാനൊന്നുമില്ല. എല്ലാവർക്കും നല്ല രീതിയിൽ +1 പഠിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലത്തെ വീഡിയോസ് ഷോർട്ട് ആയിട്ടുള്ള കുറച്ച് റിയാലിറ്റി പറഞ്ഞിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലത്തെ വീഡിയോസ് ചെയ്യാൻ എനിക്കും ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മൾ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം മക്കളെ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.